വിശദമായ വാർത്തകളിലേക്ക്. ലോ കോളേജിൽ SFI KSU സംഘർഷത്തിന്റെ പേരിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി താഴരുത് എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റതോടെ പ്രതിപക്ഷ നേതാവിന്റെ മനോനില തകർന്നെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു. തിരുവനന്തപുരം ലോ കോളേജ് സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി KSU പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. SFI പ്രവർത്തകരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. സാർ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതിനെല്ലാം കൊട പിടിച്ചു കൊടുക്കാതെ സാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. അന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിനുവേണ്ടി ഏത് നിലവിട്ടും ആക്ഷേപിക്കാമെന്നാണ്. അതിന് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഉപയോഗിക്കലാണ്. ആ പിന്നിൽ നിന്ന് ബഹളം വെക്കുന്നവര് ആ നിലയിലേക്ക് അധപ്പതിക്കാൻ പാടുണ്ടോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്? അതാണോ വേണ്ടത്? അക്രമികൾക്ക് ആയുധം നൽകുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ്. ബഹുമാനായ മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷ നേതാവ് പിൻനിരയിലുള്ള ആളുകളെ പോലെ അധപ്പതിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തി. സാർ, പിൻനിരയിലുള്ള ആളുകൾ അങ്ങനെ അധപ്പതിച്ച ആളുകളൊന്നുമല്ല. ഞങ്ങള് വീട് തുളച്ചു വന്ന ആളുകളല്ല പിൻനിരയിലിരിക്കുന്നത്. പിൻനിരയിലിരിക്കുന്നവർ ജനങ്ങളുടെ അംഗീകാരം തേടി വന്നവർ തന്നെയാണ്. സാർ, എനിക്ക് അതേ നിലവാരം തന്നെയുള്ളൂ. പ്രതിപക്ഷ നേതാവ് KSU-കാരനായി തരം താഴരുതെന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം പഴയ KSU നേതാവിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും തലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടത്. അതിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഇവിടെ കണ്ടത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ പണ്ട് ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ഞാൻ പഴയ KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് വളർന്നു വന്ന ആള് തന്നെയാണ്. സാർ, അതേ ആവേശവും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാനത് സമ്മതിക്കുന്നു. SFIക്കെതിരായ ആരോപണങ്ങൾ ചേർത്ത മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒന്നാണ്. തകർന്നു പോകുന്നു, മറുഭാഗം ഉയർന്നു പോകുന്നു. SFI ആക്രമണത്തിൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. ലോ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിന്റെ സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും മറ്റും KSU പ്രവർത്തകർ നശിപ്പിച്ചു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ നീക്കിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണോ അതോ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നു. ഏകദേശം ഒരു 1:15 കൂടി തുടങ്ങി സംഘർഷാവസ്ഥ ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്നു. ആദ്യം നിയമസഭയിലേക്ക് പോകുന്ന വഴിയിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഇവരുടെ മാർച്ച് തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡുകൾ തകർത്ത് നിയമസഭയിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ആദ്യം സംഘർഷമുണ്ടായത്. പോലീസ് ആദ്യം ലാത്തിവീശി, അതിനുശേഷം 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷമാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ റോഡ് ഉപരോധിച്ച് പാളയം സ്റ്റാച്യു റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനിടെ ഒരു വിഭാഗം പ്രവർത്തകർ നേരെ തൊട്ട് സമീപത്തെ, അതായത് പാളയത്തേക്ക് പോകുന്ന ഭാഗത്തെ CPM-ന്റെയും പോഷക സംഘടനകളുടെയും എല്ലാ ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു. ആ ഫ്ലക്സുകൾ പൂർണ്ണമായി തകർത്തു. സർക്കാരിന്റെയും ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു, ഇതും തകർത്തു. ഇതിനിടെ ആ സമയത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. നേരിയ ലാത്തി ചാർജും ലാത്തി വിഷയം വന്നു. എന്തായാലും അതിനുശേഷം പ്രവർത്തകരെ വീണ്ടും ഈ പാളയം ജംഗ്ഷനിലേക്ക് എത്തിച്ച് പ്രതിഷേധിച്ചു. ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കുന്നതോടുകൂടി പ്രതിഷേധം അവസാനിക്കുമെന്ന് കരുതാം. എന്തായാലും പോലീസ് പ്രതിഷേധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി. MLA-മാരായ ഷഫീഖ് റോജിയം അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. കൂടാതെ KSU സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വവുമായി ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും വലിയ സംഘർഷത്തിലേക്ക് കൈവിട്ടു പോകാവുന്ന ഘട്ടങ്ങളിലെല്ലാം നേതൃത്വം ഇടപെട്ടാണ്
പ്രവർത്തകരെ ശാന്തരാക്കി പ്രതിഷേധ സംഘർഷാവസ്ഥയിലേക്ക് അയവ് വരുത്തിയത്. ഏതായാലും പാളയം സ്റ്റാച്യു റോഡ് ഉപരോധിച്ച് കെഎസ്യുവിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. SFI പ്രവർത്തകരിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നുവെന്ന് ലോ കോളേജിലെ കെഎസ്യു നേതാവ് സഫ്ന യാക്കൂബ്. ഇന്നലെ 2 തവണ മർദ്ദനമേറ്റെന്ന് സഫ്ന പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സഫ്നയെ കെഎസ്യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. എന്നെയും ആഷിഖിനെയും നിതിനെയാണ് കോളേജിനുള്ളിൽ ആക്രമിച്ചത്. അതിനുശേഷം വീട്ടിൽ കയറി ദേവനാരായണനെയും അതുപോലെ അവൻ്റെ കൂടെ 10 പേരെയും വീട്ടിൻ്റെ അകത്ത് കയറി തല്ലുകയും തേപ്പ് വെട്ടി ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. രാത്രി സമയത്ത് ട്രസ്പാസ് പിന്നെ എന്നെ വലിച്ചിറക്കിയാണ് ഉണ്ടായത് കോളേജിനുള്ളിൽ. ഇതിനു മുമ്പും ഇതുപോലെ SFI ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആക്ഷൻസ് ഒന്നും ഒരു നടപടികളും എടുത്തിട്ടില്ല. പോലീസ് ആണെങ്കിലും സ്റ്റാഫ് കൗൺസിലാണെങ്കിലും നടപടികളൊന്നും എടുത്തിട്ടില്ല. പേരിന് പരാതി എഴുതിക്കൊണ്ട് പോവുക എന്നല്ലാതെ ഇതുവരെ ഒരു ആക്ഷൻസും ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇത് വളരെ നീചവും ക്രൂരവുമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളുണ്ട് എന്ന് കരുതി ഞങ്ങളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നീതികരമായിട്ടുള്ള കാര്യമല്ലല്ലോ. കേരളത്തിൽ SFIയുടെ ഗുണ്ടായുസമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഗുണ്ടായുസത്തിന് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും സുധാകരൻ ആരോപിച്ചു. ഇന്നലെ 2-3 സ്ഥലത്ത് ആക്രമണങ്ങൾ നടന്നു. ആ ആക്രമണത്തിനെല്ലാം പോലീസ് മൂകസാക്ഷികളായി നിന്നു എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഭിശാപം. നിയമം നടത്തേണ്ട നിയമപാലകന്മാർ നിയമലംഘകരാകുവോ അല്ലെങ്കിൽ നിയമലംഘനത്തെ നോക്കി നിൽക്കുന്ന നിസ്സഹായരാകുവോ മാറുന്ന സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിദൂരമായ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് ഇടതുപക്ഷ സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് SFIയുടെ ഗുണ്ടായിസത്തെ ഇല്ലാതാക്കാൻ പോലീസിന്റെ സാന്നിധ്യവും പോലീസിന്റെ നിഷ്ക്രിയത്വവും അവസാനിപ്പിക്കണമെന്ന് ഞാൻ സംസ്ഥാന സർക്കാരോടും പോലീസിനോടും ആവശ്യപ്പെടുകയാണ്. ഈ ഗുണ്ടായിസവുമായി SFI മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആത്മരക്ഷാർത്ഥം സംഘടിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആത്മരക്ഷാർത്ഥം സംഘടിക്കാനുള്ള സാഹചര്യം SFI തന്നെ സൃഷ്ടിക്കും. അത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗങ്ങൾ കൊണ്ടുപോകുമെന്ന് ഞാൻ SFIയെയും CPM നേതാക്കന്മാരെയും ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വഖഫ് ബോർഡ് നിയമനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് യോഗം. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് KSU പ്രതിഷേധത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ MLA പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ ഷാഫി പറമ്പിൽ KM അഭിജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുകയാണ്. പാളയം സ്റ്റാച്യു റോഡ് ഉപരോധിച്ചാണ് ഇപ്പോൾ KSU പ്രതിഷേധം പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. വഖഫ് ബോർഡ് നിയമനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് യോഗം. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന മന്ത്രി V അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യോഗം വിളിച്ചു ചേർക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാനുള്ള തീരുമാനത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തതിനു ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടികളിലേക്ക് പോകൂവെന്നായിരുന്നു സമസ്തക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. യോഗം വിളിച്ചു ചേർക്കുന്നത് വൈകുന്നതിനിടെയാണ് ഇന്നലെ
PSCക്ക് വിടാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിയമസഭയിലെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയ സമസ്തയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്ത് രംഗത്തുവന്നതിന് പിന്നാലെയാണ് മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നത്. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് ചർച്ച. വഖഫ് വിഷയത്തിൽ പള്ളികളിൽ പ്രക്ഷോഭം നടത്താനുള്ള മുസ്ലിം ലീഗ് നീക്കത്തിൽ നിന്ന് പിന്മാറിയ സമസ്ത പിന്നീട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി പ്രത്യക്ഷ പ്രതിഷേധങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെയും മറ്റു മുസ്ലിം സംഘടനകളുടെയും സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെയും എതിർപ്പ് അവഗണിച്ചായിരുന്നു ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നിലപാട് സ്വീകരിച്ചത്. ഇതിനിടെ മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയ പ്രസ്താവന മുസ്ലിം ലീഗിന് സമസ്തക്കെതിരെയുള്ള ആയുധമായിരുന്നു. മന്ത്രി പറഞ്ഞതനുസരിച്ച് PSC നിയമനവുമായി മുന്നോട്ടു പോവുകയായിരുന്നുവെങ്കിൽ സമസ്തയ്ക്ക് സർക്കാരിനെതിരെ പ്രതിഷേധത്തിനിറങ്ങേണ്ട സാഹചര്യമുണ്ടാകും. ഇതുകൂടി മുന്നിൽ കണ്ടാണ് ചർച്ചയ്ക്കുള്ള സർക്കാർ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം CPMന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സമിതിയാണ് റഹീമിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 31-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും യുവാക്കൾക്ക് കൂടുതൽ അവസരമെന്ന നയം CPM തുടരുകയാണ്. എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് രാജ്യസഭയിലും റഹീമിന് അവസരം നൽകുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭകളിൽ ഒന്നിലേക്ക് പാർലമെന്റിലേക്ക് എന്നെ അയക്കാൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച ഈ അവസരം പൂർണ്ണമായും രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനിയോഗിക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എ റഹീം കഴിഞ്ഞ നവംബറിലാണ് ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷനായത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ CPM തീരുമാനിച്ചത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു എ റഹീം. ചുരുങ്ങിയ കാലം മാധ്യമപ്രവർത്തകനുമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നടത്തിയ ഇടതുമുന്നണി മുന്നോട്ടു പോകുമ്പോൾ UDFൽ ചർച്ചകൾ എങ്ങുമെത്തിയില്ല. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച് മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയത് കോൺഗ്രസിനകത്ത് ആശയക്കുഴപ്പം രൂക്ഷമാക്കി. യുവാക്കളെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ യുവത്വത്തിനൊപ്പം സാമുദായിക സമവാക്യം കൂടി പരിഗണിക്കേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ്. രാജ്യസഭയിലേക്കുള്ള 3 ഒഴിവിൽ ഒരാളെ UDFന് വിജയിപ്പിക്കാം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നടത്തിയിട്ടും കോൺഗ്രസിൽ ചർച്ച എങ്ങുമെത്തിയിട്ടില്ല. മുതിർന്ന അംഗങ്ങൾ മുതൽ യുവാക്കൾ വരെ നീളുന്ന നീണ്ട പരിഗണനാ പട്ടിക കോൺഗ്രസിന് മുന്നിലുണ്ട്. നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടക്കുന്നുണ്ടെങ്കിലും ധാരണയായിട്ടില്ല. KPCC പ്രസിഡന്റ് ഡൽഹിയിലുണ്ട്. ആവശ്യമായ ചർച്ചകൾ അദ്ദേഹം നടത്തും. അതിനുശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് ഫൈനലൈസ് ചെയ്യും. ഇലക്ഷൻ ക്യാമ്പയിനൊന്നും ഇല്ലല്ലോ, നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ്റെ പ്രചരണ പരിപാടികളൊന്നും ഇല്ലല്ലോ രാജ്യസഭാ സീറ്റിൽ. അപ്പം അത് നമുക്ക് നാളെയോ മറ്റന്നാളോ നമുക്ക് പ്രഖ്യാപിക്കാം. ഇടതുമുന്നണി യുവത്വത്തിന് പ്രാധാന്യം നൽകിയതോടെ കോൺഗ്രസിനും ഈ വഴിക്ക് ചിന്തിക്കേണ്ടി വരും. ഒപ്പം സമുദായ സമവാക്യവും. ന്യൂനപക്ഷ സമുദായത്തെയാണ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നത് എന്നാണ് സൂചന. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ, മുൻ KSU പ്രസിഡന്റ് VS ജോയ് എന്നിവരടക്കം പുതുതായി പരിഗണനാ പട്ടികയിലേക്ക് കടന്നുവന്നു. ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി സ്ഥാനാർത്ഥിത്വത്തിന് നീക്കം നടത്തുന്നതായും സൂചനയുണ്ട്. 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യവും കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണനാ വിഷയമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യസഭ വൃദ്ധസദനമാക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി. KV തോമസിനെ പോലെയുള്ളവരുടെ പേര് ചർച്ചയ്ക്കെടുക്കുന്നത് പോലും പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ്. സീറ്റ് യുവ നേതാക്കളിൽ ആർക്കെങ്കിലും നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. പാർലമെന്ററി രംഗത്ത് അവസരം കിട്ടാത്ത യുവാക്കളെ പരിഗണിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രമേയത്തിലൂടെ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ്. രാജ്യസഭ ഒരു വൃദ്ധസദനമാക്കാൻ ഇനിയും അതിനനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് നേതൃത്വം എടുക്കരുത്. ചോദ്യങ്ങൾ കൊണ്ട് നിറയേണ്ട സ്ഥലമാണ്. അവിടെ മൂകത തീർക്കുന്നവർ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും. രാജ്യസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ KV തോമസുമാരുടെ പേരുകൾ ഇനിയും പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ അവമതിപ്പാണ് ഉണ്ടാക്കുന്നത്. പുതുമുഖങ്ങൾക്ക് ചെറുപ്പക്കാർക്കുള്ള അവസരങ്ങളായി ഇനിയും ഇതിനെ കാണാതെ ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തിയുള്ള ഒരു പോരാട്ടത്തിനല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അവർ മൂഢന്മാരുടെ സ്വർഗത്തിലാണ്.
രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചെറുപ്പക്കാരെ പരിഗണിച്ചുകൊണ്ടല്ലാതെ ഒരു മാന്യമായ തീരുമാനം അങ്ങനെ ഉണ്ടാകാതെ ഒരു പൊതുജന സ്വീകാര്യത അക്കാര്യത്തിൽ കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് പ്രമേയത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, രാജ്യസഭാ സ്ഥാനാർത്ഥിയായി യുവാക്കളെ പരിഗണിക്കണമെന്നാണോ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം? അത്തരത്തിൽ യുവാക്കൾ ആരെങ്കിലും പരിഗണനാ പട്ടികയിൽ ഉണ്ടോ? ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് കൊല്ലം ജില്ലയിൽ. കെ.വി. തോമസ് വീണ്ടും രാജ്യസഭയിലേക്ക് പോകുന്നതിന് ഒരു താല്പര്യം അദ്ദേഹം സ്വമേധയാ പ്രകടിപ്പിച്ചു. അതിനെതിരെ നിശ്ചലമായ വിമർശനമാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി പ്രതികരിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിരിക്കുന്നു. കെ.വി. തോമസ്മാരുടെ പേര് ചർച്ചയ്ക്ക് പോലും എടുക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്ന നടപടിയാണിത്. രാജ്യസഭ വൃദ്ധസദനമാക്കരുത്, വിശ്രമ ജീവിതം ആനന്ദകരമാക്കി വീട്ടിലിരിക്കാൻ സ്വയം തീരുമാനിച്ചാൽ പാർട്ടി വിജയപാതയിലേക്ക് തിരിച്ചു വരുമെന്ന് കൂടി മുതിർന്ന നേതാക്കളോട് യുവ നേതാക്കൾ പറയുകയാണ്. ഉണർന്നു പ്രവർത്തിക്കാൻ രാജ്യസഭയിൽ ഉറങ്ങുന്നവർ ഏതായാലും രാജ്യസഭ വൃദ്ധസദനമാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ പരാതിയുമായി അതിജീവിത. അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രതിക്ക് വേണ്ടി ചെയ്യുന്നതിനാൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. നേരത്തെ രാമൻപിള്ളയുടെ ഓഫീസ് വൈഫൈ ഉപയോഗിച്ച് ദിലീപിന്റെ ഫോണിലെ ഡാറ്റ നശിപ്പിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതേസമയം മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചിട്ടില്ല എന്ന് ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു. അഞ്ജലി റീമ ദേവ് എറണാകുളം പോക്സോ കോടതിയിൽ ഹാജരായി. കേസിൽ അഞ്ജലിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് പോക്സോ കോടതിയിൽ എത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷണ സംഘത്തിന് മുൻപിൽ അഞ്ജലി ഹാജരാകും. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നേരത്തെ അന്വേഷണ സംഘം അഞ്ജലിയുടെ കോഴിക്കോട്ടെ വസതിയിൽ നോട്ടീസ് പതിച്ചിരുന്നു. ഇന്ന് നേരിട്ട് നോട്ടീസ് കൈമാറി. സത്യം ജയിക്കുമെന്ന് കോടതിയിൽ ഹാജരായ ശേഷം അഞ്ജലി പറഞ്ഞു. സംസ്ഥാനത്ത് 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ. പുതിയ കോർബി വാക്സിനാണ് കുട്ടികൾക്ക് നൽകുന്നത്. 15 ലക്ഷത്തോളം കുട്ടികളാണ് 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ പ്രയോജനപ്പെടുത്തുന്നത്. 10,24,700 ഡോസ് വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. പഞ്ചാബ് മുഖ്യമന്ത്രിയായി AAP നേതാവ് ഭഗവന്ത് മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ബൻവാരിലാൽ പുരോഹിത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ഭഗത് സിംഗിന്റെ ജന്മസ്ഥലമായ നവൻഷഹർ ജില്ലയിലെ ഖത്കർ കലാനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് 10,000ങ്ങൾ സാക്ഷിയായി. കേരയിൽ പദ്ധതിക്കായി നിലവിൽ ഭൂമി ഏറ്റെടുക്കാനാകില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരയിൽ സങ്കീർണമായ വിഷയമാണ്. പദ്ധതിക്കെതിരെ ഉയർന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗൌരവമുള്ളതാണ്. ടെക്നോ ഇക്കണോമിക് റിപ്പോർട്ട് കിട്ടാതെ അന്തിമ അനുമതി സംബന്ധിച്ച് ഒന്നും പറയാനാകില്ല. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടുന്ന ഇടത് വലത് എംപിമാർ തമ്മിൽ എന്ത് ധാരണയെന്ന് അറിയില്ല എന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. സിൽവർ ലൈൻ സർവേക്കെതിരെ മലപ്പുറം തിരൂരിൽ പ്രതിഷേധത്തിൽ സംഘർഷം. തിരൂർ ഫയർ സ്റ്റേഷന് സമീപത്താണ് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയത്. അതിരടയാള കല്ലുകൾ പ്രതിഷേധക്കാർ പിഴുതെറിഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മുന്നറിയിപ്പ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിക്കാൻ G23 നേതാക്കളുടെ യോഗം വൈകിട്ട് ചേരും. PJ കുര്യൻ യോഗത്തിൽ പങ്കെടുക്കും. ഗാന്ധി കുടുംബത്തിനെതിരായ കപിൽ സിബലിന്റെ പരാമർശത്തിൽ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. കപിൽ സിബൽ നല്ല അഭിഭാഷകനാണെങ്കിലും നല്ല കോൺഗ്രസ് നേതാവല്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു രാജിവെച്ചു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാവന വീണ്ടും മലയാള സിനിമയിലേക്ക്. നിക്കാക്ക് ഒരു പ്രേമമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന വീണ്ടും എത്തുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഷറഫുദ്ദീൻ നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ആദിൽ മൈമൂനത്ത് അഷ്റഫാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com